മലപ്പുറം വേങ്ങരയിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയതിൽ കേസെടുത്തു. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം വേർപെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, വീരാൻകുട്ടിക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? മലപ്പുറം വേങ്ങരയിലാണ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം ഏർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശിവദാസ്, കേൾക്കാമെങ്കിൽ തുടരാം. ദേവിക, ഇക്കഴിഞ്ഞ ദിവസമാണ് ഫോൺ വഴി വേങ്ങര സ്വദേശിയായ യുവതിയെ കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. അതായത് യുവതിയുടെ പിതാവാണ് വീരാൻകുട്ടിയെ ഫോൺ വഴി ബന്ധപ്പെട്ടത്. അതിനുശേഷം ഫോണിൽ ചെറിയ രീതിയിലുള്ള തർക്കം ഉണ്ടായി. അതിനുശേഷമാണ് ഫോൺ വഴി നിങ്ങളുടെ മകളെ ഞാൻ മൊഴി ചെല്ലുകയാണ്, മുത്തലാഖ് വഴി മൊഴി ചൊല്ലുകയാണ് എന്ന് പറഞ്ഞത്. 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് തലാഖ് ചൊല്ലിക്കൊണ്ടാണ് ഈ ബന്ധം ഞാൻ വേർപ്പെടുത്തുകയാണ് എന്ന് വീരാൻകുട്ടി പറഞ്ഞത്. ഏകദേശം 1.5 വർഷം മുൻപാണ് ഈ വേങ്ങര സ്വദേശിയായ യുവതിയും ഈ വീരാൻകുട്ടിയും തമ്മിലുള്ള വിവാഹം നടന്നത്. അതിനുശേഷം 40 ദിവസത്തോളം മാത്രമാണ് യുവതി ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞത്. അതിനുശേഷം യുവതിക്ക് ചെറിയ രീതിയിലുള്ള അസുഖമുണ്ടായി. സാധാരണ അസുഖമായിരുന്നു. അതിനുശേഷം തുടർ ചികിത്സയുടെ ഭാഗമായി വേങ്ങരയിലുള്ള വീട്ടിലായിരുന്നു പിന്നീട് യുവതി താമസിച്ചത്. പിന്നീട് ഈ ഭർത്താവ് വീരാൻകുട്ടി ഒരിക്കൽ പോലും ഈ യുവതിയെ കാണാൻ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. ഇവർക്ക് 11 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഈ കുഞ്ഞിനെയും കാണാൻ ഈ ഭർത്താവ് എത്തിയിരുന്നില്ല. അതിനുശേഷം യുവതിയുടെ പിതാവ് ആണ് ഫോൺ വഴി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത്. അപ്പോഴാണ് വിവാഹബന്ധം വേർപ്പെടുത്തുന്നതായി പറഞ്ഞത്. ഫോൺ വഴി ഇത്തരത്തിൽ മുത്തലാഖ് ചൊല്ലിക്കൊണ്ടായിരുന്നു വിവാഹബന്ധം വേർപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ പിന്നീട് യുവതിയുടെ വീട്ടുകാർ മനുഷ്യാവകാശ കമ്മീഷനിലും പോലീസിലും പരാതി നൽകിയിരുന്നു. പിന്നീട് മലപ്പുറം പോലീസ് എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. മലപ്പുറം വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥർ എത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, അതോടൊപ്പം തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് ഈ ഭർത്താവ് വീരാൻകുട്ടിക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഈ ഭർത്താവ് വീരാൻകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും ദേവിക.